വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 5 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷനിലെ ഒരു വില്ല പ്രൊജക്റ്റിലാണ്. ഭാവിയിൽ ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആകാൻ പോകുന്ന ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ 4 വീടുകളാണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വീടുകൾ 97 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുകൂടാതെയുള്ള 2 വീടുകൾ 1,10,00,000 രൂപയും. ഈ വിലയും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 4 സെൻറ്റ് 150 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 4 BHK ആണ്. ഈ സൈഡിലായിട്ടാണ് ഈ 2 വീടുകൾ വരുന്നത്. അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഇതിനോട് ചേർന്ന് കാണുന്ന വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യവുമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി മിനിമലായി ടെക്സ്ചർ വർക്കുകളും ധാരാളം സ്പോട്ട് ലൈറ്റുകളും കൂടാതെ സ്ക്വയർ ട്യൂബ് വർക്കും വന്നിട്ടുണ്ട്. 5 മീറ്റർ ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു റോഡിലേക്ക് എത്തുന്നത് ടാർ റോഡിൽ നിന്നാണ്. 5 മീറ്റർ വിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് പാസ് ചെയ്യാനും അതുപോലെ തന്നെ ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ടും നമുക്ക് സൗകര്യം ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരാം. കോമ്പൗണ്ട് വാളിൽ കോഫി ബ്രൗൺ കളർ ബീഡിംഗ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്ക്വയർ ട്യൂബ് വർക്കുകളും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. വിക്കറ്റ് ഗേറ്റ് സ്ലൈഡിംഗ് രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പേസ് നഷ്ടപ്പെടുന്നില്ല. കൂടാതെ കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിൽ ലൈറ്റൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഇനി ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ 3.7 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയൊക്കെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ബേസ്മെൻറ്റിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ ഇനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്താണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളാണ് പാകിയിരിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. മനോഹരമായി നമുക്കിത് ഗാർഡൻ ചെയ്ത് എടുക്കാവുന്നതാണ്. കൂടാതെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഈ ഒരു വോളിലേക്ക് വന്നാൽ ഈ ഒരു വോളിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് 2-വേ ലൈറ്റും കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 സിലിണ്ടറുകൾ വെക്കാവുന്ന രീതിയിൽ ഒരു ഗ്രിൽ വർക്കും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. 5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളാണ് പാകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിന് വരാനുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇവിടെയും കടപ്പാക്കല്ലുകളാണ് ബാക്കിയിരിക്കുന്നത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ തന്നെയാണ് പാകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടിയോളം നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ 2 പാളിയിൽ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വലിയ 2 ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും കൊടുത്താണ് ഈ ഒരു സീലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ്
താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ലിവിംഗ് കം ഡൈനിങ് എന്ന രീതിയിലാണ് ഇവിടെയായിട്ട് ഈ ഒരു ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. 10.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഭംഗിയുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പാർട്ടീഷൻ വർക്കും വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പാനലിംഗ് ഒക്കെ ചെയ്ത് ഈ ഒരു സൈഡിലും അത്യാവശ്യം ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റാണ് സീലിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഭംഗിയായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും ഹാവൽസിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈൽസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാനലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പാനലിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 16 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 2 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റ് മെറ്റീരിയലിൻ്റെ കൗണ്ടർ ടോപ്പാണ് വരുന്നത്. കൂടാതെ ഇവിടെയായിട്ട് വരുമ്പോൾ ഇവിടെയും ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഈസ്റ്റ് സൈഡിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൂടാതെ കബോർഡ് വർക്കുകൾക്കെല്ലാം ഓപ്പൺ ബോക്സ് നൽകി സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു സിങ്ക് നൽകിയിരിക്കുന്നത്. സിങ്കിൻ്റെ ഈ ഒരു പോർഷനും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ 3 ലെയറായിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ വരുന്നത്. 2 ലെയറിന് പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൻ്റെ സ്പേസ് ഒട്ടും കുറയാത്ത രീതിയിലാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് ഈ ഒരു കിച്ചൻ്റെ സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പിസ്ത ഗ്രീൻ അല്ലെങ്കിൽ പീച്ച് ഗ്രീൻ കളറിലാണ് ഈ ഒരു ഡോറിൻ്റെയും വിൻഡോയുടെയും കളർ വന്നിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റും വാൾഡ്രോബും വരുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറും ജാഗ്വാറിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫ്ലഷ് ടാങ്ക് ജെബ്രറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്ലോറൽ പ്രിൻറ്റിംഗ് ഉള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട്. കൂടാതെ 3 ഡോറുകളുള്ള ഒരു വാൾഡ്രോബാണ് വരുന്നത്. ഇവിടെയായിട്ടും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിന് ജാഗ്വാറിൻ്റെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ പോകുന്നത്. കൂടാതെ സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വോളിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ഹാങ് ലൈറ്റ് കൊടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 20 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ലിവിംഗ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു അയണിങ് ടേബിളോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമോ വേണമെങ്കിലും ആക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സ്പേസ് പോകാത്ത രീതിയിലാണ് വാൾഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണിയുടെ ഡോറിനോട് ചേർന്ന് ബ്ലാക്ക് ഷെയ്ഡുള്ള ഗ്ലാസ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറും വാട്ടർ ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിളും 3 ഡോറുള്ള ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് ഇവിടെ സീലിംഗ് വർക്കും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും ജാഗ്വാറിൻ്റെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടും കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 12.5 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 21 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പില്ലറും വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്താണ് ഈ 2 ഭാഗങ്ങളിൽ സീലിംഗ് വർക്കുകൾ വരുന്നത്. ഇവിടേക്ക് വന്നാൽ കുറച്ചുകൂടെ വിശാലമായ ഒരു സ്പേസാണ് വന്നിരിക്കുന്നത്. താഴത്തെ കാർപോർട്സിൻ്റെ സൈഡിലായിട്ടുള്ള പില്ലറിൻ്റെ കണ്ടിന്യൂഷനായി വന്നിരിക്കുന്ന ടെക്സ്ചർ വർക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. ഈ 2 ഭാഗത്തും സ്ക്വയർ ട്യൂബ് ഡിസൈനിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 1 കിലോമീറ്റർ, കാക്കനാടേക്ക് 6.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ, ജംസ് മോഡേൺ അക്കാഡമിയിലേക്ക് 3.3 കിലോമീറ്റർ, കലൂരേക്ക് 14 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 10 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 26 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെൻറ്റ് 150 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 97 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.